Good morning all. നമ്മളിന്ന് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ് ബൈബാക്ക് ഓഫ് ഷെയർസ്. എന്താണ് ബൈബാക്ക് ഓഫ് ഷെയർസ്, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ്, അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. കൂടാതെ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ബൈബാക്ക് ഓഫ് ഷെയർസ് നമ്മുടെ കൺട്രി, അതായത് ഇന്ത്യയിൽ കുറച്ച് കാലം മുന്നേ വരെ പറ്റില്ലായിരുന്നു. ഇപ്പോൾ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 68, സെക്ഷൻ 69 ആൻഡ് സെക്ഷൻ 70 അനുസരിച്ച് ഷെയർസ്, ഒരു കമ്പനിക്ക് അവരുടെ ഷെയർസ് ബൈബാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് കുറേ കണ്ടീഷൻസും ടേംസും ഒക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ എന്നിരുന്നാലും സെക്ഷൻ 68, സെക്ഷൻ 69 ആൻഡ് സെക്ഷൻ 70 ഈ 3 സെക്ഷനാണ് ബൈബാക്കിനെ ഗവേൺ ചെയ്യുന്ന കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസ് അല്ലെങ്കിൽ സെക്ഷൻസ്. അപ്പോൾ എന്താണ് ബൈബാക്ക്? ബൈബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷെയർസ്, പ്രീവിയസ്ലി ഇഷ്യൂഡ് ഷെയർസിന് ആ കമ്പനി തന്നെ തിരിച്ചു മേടിക്കുന്നതിനെയാണ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുക. അതായത് എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി 2000 കുറച്ച് ഷെയർസ് ഇഷ്യൂ ചെയ്തു. 2020 ആയപ്പോൾ അവർക്ക് തോന്നിയത് ബൈബാക്ക് ചെയ്യണം. ആ ഷെയർസിനെ അവർ ബൈബാക്ക് ചെയ്യും, വാങ്ങിക്കും. ഓപ്പൺ മാർക്കറ്റിൽ അവർ തന്നെ വാങ്ങിക്കും. അതിനെയാണ് നോർമലി ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുക. ഓക്കെ, ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ക്യാൻസലേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിനെ ക്യാൻസൽ ചെയ്യുന്നൊരു മെത്തേഡാണ് ബൈബാക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബൈബാക്കിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ ഉണ്ടാകുന്ന ഒരു റിഡക്ഷനാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഷെയർ ക്യാപിറ്റലിൽ ഒരു റിഡക്ഷൻ ഉണ്ടാകും. ഒബ്ജക്റ്റീവ്സ് ഓഫ് ബൈബാക്ക്, എന്തൊക്കെയാണ് ബൈബാക്കിൻ്റെ ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ ബൈബാക്ക് കൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ എന്താ പറയുക ഒരു കമ്പനി പ്രതീക്ഷിക്കുന്ന ബൈബാക്ക് ചെയ്ത് കഴിയുമ്പോൾ. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് എല്ലാം. 9 പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തെ ടു ഇംപ്രൂവ് റിട്ടേൺസ് ഓൺ ക്യാപിറ്റൽ, ക്യാപിറ്റലിൽ നിന്നുള്ള റിട്ടേൺ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇത്. ഇനി റിട്ടേൺ സർപ്ലസ് ക്യാഷ് ടു ഇൻവെസ്റ്റേഴ്സ്, അതായത് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ കയ്യിലുള്ള സർപ്ലസ് ക്യാഷ് എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുക, ആണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. പിന്നെ ഇൻക്രീസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ. നാലാമത്തെ ടു ചേഞ്ച് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. അഞ്ചാമത്തെ ടു ഇൻക്രീസ് ദ ഏർണിങ്സ് പെർ ഷെയർ. 6 ടു പ്രിവെൻറ്റ് ഹോസ്റ്റൈൽ ടേക്ക് ഓവർ ബിഡ്സ്. കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള കമ്പനികളുടെ ഈ നമ്മുടെ കമ്പനി ടേക്ക് ഓവർ ചെയ്യാതിരിക്കാനുള്ള ബിഡൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ഉദ്ദേശം കമ്പനിയുടെ ഈ ബൈബാക്കിൻ്റെ. പിന്നെ ടു ഇംപ്രൂവ് ദ ഫിനാൻഷ്യൽ ഹെൽത്ത് ആഫ്റ്റർ ബൈബാക്കിന് ശേഷം കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള വേറൊരു ഒബ്ജക്റ്റീവും കൂടി ബൈബാക്കിനുണ്ട്. പിന്നെ ടു അച്ചീവ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ, ടു സർവീസ് ദ ഇക്വിറ്റി മോർ എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. ഇത്രയാണ് ബൈബാക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇതെല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, നമുക്ക് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ബൈബാക്കിൻ്റെ അഡ്വാൻറ്റേജസ്, എന്താണ് മേജർ അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഏർണിങ്സ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യും. എങ്ങനെയാണ് ഏർണിങ്സ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യുന്നത്? ബൈബാക്ക് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കുറഞ്ഞു, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് കുറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതും കുറഞ്ഞു. 100 പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ 80 പേർക്ക് മതി അല്ലേ. അപ്പോൾ ഏർണിങ്സ് പെർ ഷെയർ സ്വാഭാവികമായിട്ടും കൂടും അല്ലേ. പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണ് EPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഏർണിങ്സ് പെർ ഷെയർ ബൈബാക്കിന് ശേഷം ഇൻക്രീസ് ചെയ്യും. പിന്നെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ വിൽ ഗോ അപ്പ്, മാർക്കറ്റ് പ്രൈസ് കൂടും. പിന്നെ റിട്ടേൺ സർപ്ലസ് ക്യാഷ് ടു ഇൻവെസ്റ്റേഴ്സ്, അതായത് കമ്പനിയുടെ കയ്യിൽ എന്തെങ്കിലും സർപ്ലസ് ക്യാഷ് ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇൻക്രീസ് പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഇൻ ദ കമ്പനി. പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനി പ്രൊമോട്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് മെമ്മോറാണ്ടത്തിലേക്ക് സൈൻ ചെയ്തേക്കുന്നവരാണ് അല്ലേ. അപ്പോൾ അവരുടെ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഹോൾഡിംഗ് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും അവരുടെ. ഇനി ഹെൽപ്സ് ടു റീസ്ട്രക്ചർ ദ ക്യാപിറ്റൽ ബേസ് ഓഫ് കമ്പനിയുടെ ക്യാപിറ്റൽ ബേസിനെ റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും. ടു ഹെൽപ്പ് യൂട്ടിലൈസ് ദ ലിക്വിഡ് അസറ്റ്സ് ടു എൻഹാൻസ് ദ വാല്യൂ ഓഫ് കമ്പനി. ലിക്വിഡ് അസറ്റ്സിനെ എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യും. പിന്നെ ബൈബാക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിവാർഡ് ഫോർ ഇൻവെസ്റ്റേഴ്സ്. കൂടാതെ ഇറ്റ് വിൽ ഇംപ്രൂവ് ദ കമ്പനീസ് ഇമേജ്, കമ്പനിയുടെ ഇമേജും മാർക്കറ്റിൽ ഇംപ്രൂവ് ചെയ്യും. ഇനി അഡ്വാൻറ്റേജസ് മാത്രമല്ല, ബൈബാക്ക് കൊണ്ട് കുറച്ച് ഡേഞ്ചേഴ്സ് ഉണ്ട്, കുറച്ച് അപകടങ്ങളും കൂടി ഉണ്ട്. എന്തൊക്കെയാണ്? ഇറ്റ് മേ ബി യൂസ്ഡ് ആസ് എ ടൂൾ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്. എന്താ ഇൻസൈഡർ ട്രേഡിംഗ്? ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റിലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ കമ്പനിയുടെ പബ്ലിക് അല്ലാത്ത കുറേ ഇൻഫർമേഷൻസ് ഉണ്ടാകും. കമ്പനിയുടെ അകത്ത് മാത്രം അറിയാവുന്ന കുറേ ക്ലാസിഫൈഡ് ഇൻഫർമേഷൻസ് ഉണ്ടാകും. അപ്പോൾ ബൈബാക്ക് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ
എംപ്ലോയീസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ ഇങ്ങനെ ഒരു പ്രൊസീജിയർ നടക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ കമ്പനി ഇപ്പോൾ തന്നെ ബൈബാക്ക് ചെയ്യും. അപ്പോൾ അത് മാർക്കറ്റിൽ, ഓപ്പൺ മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരുടെ ബെനിഫിറ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ ഡേഞ്ചർ. എന്താ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ടൂൾ ഫോർ ഇൻസൈഡർ ട്രേഡിംഗ്. പിന്നെ ദിസ് ഗിവ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇൻസൈഡേഴ്സ് ടു മേക്ക് എക്സ്ട്രാ മണി. അത് തന്നെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്ട്രാ മണി, അതായത് കമ്പനിയുടെ ഉള്ളിലെ ഒഫീഷ്യൽസിനൊക്കെ എക്സ്ട്രാ മണി ഉണ്ടാക്കാൻ പറ്റും. ഇറ്റ് മേ ബി യൂസ്ഡ് ഫോർ മാനിപ്പുലേറ്റിംഗ് ദ പ്രൈസസ് ഓഫ് ഷെയർസ്. ഷെയറിൻ്റെ പ്രൈസസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ഇറ്റ് വീക്കൻസ് ദ പൊസിഷൻ ഓഫ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൊസിഷനെ വീക്കൻ ചെയ്യുക അല്ലെങ്കിൽ എൻഡേഞ്ചർ ചെയ്യും. ഇനി സെക്ഷൻ 68 അനുസരിച്ച് ബൈബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഷെയർ ബൈബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ബൈബാക്കിന് കണ്ടെത്തേണ്ട ഫണ്ടുകൾ 3 സോഴ്സിൽ നിന്നാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഏതെങ്കിലും 3 സോഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഈ 3 ഐറ്റംസിൽ നിന്നായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ബൈബാക്കിനുള്ള സോഴ്സ് കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ ഫ്രീ റിസർവ്സ്, രണ്ടാമത്തെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, മൂന്നാമത്തെ പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് എനി ഷെയർസ് ഓർ അതർ സെക്യൂരിറ്റീസ്. അപ്പോൾ 3 വിധത്തിലാണ്. ഒന്നില്ലെങ്കിൽ ബൈബാക്കിന് ഫ്രീ റിസർവ്സ് യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാം, മൂന്നാമത്തെ പുതിയ ഷെയറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്യൂരിറ്റീസോ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ റിസർവ്സ് ആണ്. എന്താണ് ഫ്രീ റിസർവ്സ്? ഫ്രീ റിസർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഡിവിഡൻറ്റിന് വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ തരം റിസർവ്സും ഫ്രീ റിസർവ്സിൽ പെടും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സർപ്ലസ്, അതായത് ബാലൻസ് ഷീറ്റിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിലെ ക്രെഡിറ്റ് ബാലൻസ്. ഇനി ജനറൽ റിസർവിൻ്റെ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിവിഡൻറ്റ് ഈക്വലൈസേഷൻ റിസർവ്, വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് എക്സിസ്റ്റിംഗ് ലയബിലിറ്റി. വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ടിന് അഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്ത് ബാക്കി എത്രയുണ്ടോ അതും ഫ്രീ റിസർവ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് എക്സാമ്പിളാണ് പറഞ്ഞത് ഫ്രീ റിസർവ്സിൻ്റെ. അപ്പോൾ ഫ്രീ റിസർവ്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്തിനും ഉപയോഗിക്കാം, ബൈബാക്ക് ചെയ്യാൻ വേണ്ടി, ഫണ്ട് ഐഡൻറ്റിഫൈ അല്ലെങ്കിൽ ഫണ്ടിന് വേണ്ടി നമുക്കൊരു സോഴ്സായിട്ട് യൂസ് ചെയ്യാം ഫ്രീ റിസർവ്സ്. രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറയുന്നത് ഷെയർസ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലേ. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടും ജനറൽ റിസർവും അറ്റ് എ ടൈം കമ്പനിയിലുണ്ട്. അതായത് ഫ്രീ റിസർവ്സിൽ ജനറൽ റിസർവും സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതാദ്യം യൂസ് ചെയ്യുന്നു, ഈ ബൈബാക്കിന് ഏതാദ്യം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ജനറൽ റിസർവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺറെസ്ട്രിക്റ്റഡ് റിസർവ് ആണ്, എന്താവശ്യത്തിനും യൂസ് ചെയ്യാം അല്ലേ. പക്ഷേ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിന് ചില പ്രത്യേക കാര്യങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് കമ്പനീസ് ആക്ടിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്ട്രിക്റ്റഡ് അക്കൗണ്ടും ജനറൽ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്രീ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺറെസ്ട്രിക്റ്റഡ് അക്കൗണ്ട്സ് ആണ്. അപ്പോൾ ആദ്യം ഇവിടെ ബൈബാക്ക് ചെയ്യാൻ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്യാമെന്ന് കൃത്യമായിട്ട് കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടും ഫ്രീ റിസർവ്സും തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുന്നു, യൂട്ടിലൈസ് ചെയ്യണം ബൈബാക്കിനുള്ള സോഴ്സ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബാക്കിയുള്ളത് വേണം, ബാക്കി തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി മാത്രം എന്ത് യൂട്ടിലൈസ് ചെയ്യുക, ഫ്രീ റിസർവ്സ്. ഓക്കെ, ഇനി ഫ്രീ റിസർവ്സോ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടോ യൂട്ടിലൈസ് ചെയ്യും ബൈബാക്കിന് വേണ്ടിയെങ്കിൽ എത്ര ഷെയർസ് ആണോ ബൈബാക്ക് ചെയ്യുന്നത് അതിൻ്റെ ഫേസ് വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് ബൈബാക്കിൻ്റെ ഫണ്ട് കണ്ടെത്താൻ ഫ്രീ റിസർവ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബൈബാക്ക് ചെയ്യുന്ന ഷെയർസിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ ഈക്വൽ എമൗണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഇനി മൂന്നാമത്തെ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീഡ്സ് ഓഫ് എനി ഷെയർസ് ഓർ അതർ സെക്യൂരിറ്റീസ്. വേറെ ഏതെങ്കിലും ഷെയർസോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസോ ഇഷ്യൂ ചെയ്തിട്ട് അതിൻ്റെ പ്രൊസീഡ്സ് കൊണ്ട് ബൈബാക്ക് നടത്താം. അങ്ങനെ നടത്തുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബൈബാക്ക് ചെയ്യുന്ന ഷെയർസിൻ്റെ സെയിം കൈൻഡ് ഓഫ് ഷെയർസിൻ്റെ പ്രൊസീഡ്സ് ഉപയോഗിച്ച് ബൈബാക്ക് നടത്താൻ പാടില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർസ് ആണ് ബൈബാക്ക് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർസിൻ്റെ പ്രൊസീഡ്സ് ഉപയോഗിച്ച് ബൈബാക്ക് ചെയ്യാൻ പാടില്ല. വേറെ എന്ത് യൂസ് ചെയ്യാം, പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് അതിൻ്റെ പ്രൊസീഡ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് അതിൻ്റെ പ്രൊസീഡ്സ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെക്ഷൻ 68 ആണ് സോഴ്സസ് ഓഫ് ബൈബാക്ക് പറയുന്ന 3 സോഴ്സസ് ആണ് ഫ്രീ റിസർവ്സ്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, പിന്നെ പ്രൊസീഡ്സ് ഓഫ് എനി ഷെയർസ് ഓർ അതർ സെക്യൂരിറ്റീസ്. അപ്പോൾ ഇത്രയും നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.